ക്യാഷ് അടിച്ച് രസീത് വാങ്ങിയിട്ടുണ്ട്. വൈകിട്ടൊന്ന് പ്രസാദം വാങ്ങണം. പക്ഷേ വർഷയോടുള്ള വിക്രമിന്റെ സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖം വിക്രമിനുമുണ്ട്. എന്നാലും പഴയ വർഷം തിരിച്ചു കിട്ടാനാ വിക്രം ഈ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് പറ, മോൾക്ക് എന്താ പറയാനുള്ളത്? അച്ഛന്റെ അച്ഛമ്മേനെയും കല്യാണം നടത്തണം. മോൾ എന്തൊക്കെയായി പറയുന്നത്? മോൾക്കെന്താ സ്ഥലകാലബോധം പോയോ? അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ദേവൾക്ക് അങ്ങനൊരു തോന്നല് വന്നെങ്കിൽ അത് നാഗദൈവങ്ങൾ തോന്നിപ്പിച്ചതായിരിക്കും. ഞാനും അതിനോട് യോജിക്കുന്നു. ദേവി അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും തോന്നിപ്പിക്കില്ല. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഈ 60-ാം വയസ്സിൽ താലി കെട്ടുന്നൊരു ഏർപ്പാടുണ്ട്. അത് ചെയ്യുന്നത് നല്ലതല്ലേ? പിന്നെ താലികെട്ട്, അച്ഛനും അമ്മയും നല്ല പ്രായത്ത് താലികെട്ടിയതിന്റെ പ്രശ്നങ്ങള് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ പിന്നെ ഒരു താലികെട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ പ്രകാശേട്ടാ? ഇവിടെ ആരുടെയോ 60-ാം വയസ്സിലെ താലികെട്ട് ചടങ്ങിനെ കുറിച്ച് ദിയമോള് കേട്ടു. അതാ അവൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അല്ല, മനോജളിന് അഭിപ്രായമൊന്നുമില്ലേ? എല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ. ഓ, ഞാൻ എന്തു പറയാനാ? വർഷയെ എല്ലാവരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഹരിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളാകെ ഹാലിളക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാലേ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. വർഷമോൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ 2-ാം താലികെട്ടെന്ന ഏർപ്പാട് ഒഴിവാക്കണം. അത് വിട്ടേക്ക്. അച്ഛാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലി ആരും തല കൊണ്ടാക്കിയിട്ട് കാര്യമില്ല. മാനത്തെ കൊട്ടാരം